ഗൈസ് വെൽക്കം ബാക്ക് ടു our യൂട്യൂബ് ചാനൽ കുറുമ്പീസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ എന്താ ഈ ബാഗും ഇതൊക്കെ കയ്യിൽ വെച്ച് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ തിരുവനന്തപുരം പോയ പോലെ തന്നെ നമ്മളിപ്പോ കൊച്ചി പോവാൻ പോവാണ്. നമ്മൾ കൊച്ചിയിൽ പോവാൻ പോവാണ്. എന്താ കാര്യം നിങ്ങൾക്ക് അറിയോ ഗൈസ്? നമ്മുടെ അക്കുകുട്ടന്റെ ബർത്ത്ഡേ ആണ്. അറിയായിരിക്കും നമ്മുടെ ക്രിസ്മസിലൊക്കെ ഒരു ചോട്ട സാധനം ഉണ്ടായിരുന്നില്ലേ ഞങ്ങളുടെ കുഞ്ഞിപ്പുഴുവിന്റെ ബർത്ത്ഡേ ആണ് നാളെ. നാളെ ഗൈസ് ഫസ്റ്റ്. അപ്പൊ നമ്മൾ ഇന്നലെ പോകും. ഇന്ന് പോയി കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴേക്കും നമ്മൾ കൊച്ചി എത്തും. നമ്മള് 1-ാം വയസ്സാണ്. ബസ്സിലാണ്, ലോ ഫ്ലോറിലാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി വേഗം പോവാം. പിന്നെ കൊച്ചി എത്തുമ്പോഴേക്കും ഞാൻ ഫ്രീസ് ആവാതെ നിൽക്കാനാണ് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട അതേ കോസ്റ്റ്യൂമാണ് ഞാൻ ഇപ്പോഴും ഇട്ടിരിക്കുന്നത്. ഒന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് പോവാം അങ്ങോട്ട്. ഇപ്പോ എന്നെ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. കാണുന്നുണ്ടോ? അപ്പൊ ഞങ്ങളിപ്പോൾ എവിടത്തെ അങ്കമാലി ജംഗ്ഷൻ കഴിഞ്ഞു. നമ്മൾ കയറിയൊന്നും കാണിച്ചില്ലല്ലോ. നമ്മളിപ്പോ എറണാകുളം എത്തി. അങ്കമാലി ജംഗ്ഷൻ കഴിഞ്ഞു. നമ്മൾ ഇരുട്ടായതുകൊണ്ടൊന്നും കാണുന്നില്ല. നമ്മൾ ഇറങ്ങാൻ പോകുന്നത് അരൂര് പള്ളിയിലാണ്. സോ അവിടെ ഇറങ്ങാം നമുക്ക്. അപ്പം നമുക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ കട്ട്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ എൻ്റെ പൊട്ടൊക്കെ പോയി. ഇതിപ്പോൾ അത്താണി എത്തി. അത്താണി നല്ല കട്ട്ലറ്റ്. അപ്പം നമ്മളതാ ഇപ്പോൾ വൈറ്റ്ല സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടില്ല. വൈറ്റ്ല സ്റ്റോപ്പിലെത്തി. ഇവിടെ ഇപ്പോൾ വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ടു. ഇതാണ് ഇതല്ല വൈറ്റ്ല, ഇവിടെയാണ് നിർത്തിയിട്ടിരിക്കുന്നത്. നമ്മൾ അരൂർ പള്ളിൻ്റെ അവിടെ ഇറങ്ങി. ഇപ്പം നമ്മൾ കാറിൽ കയറി. നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, നമുക്കപ്പം പോവാം. നമുക്ക് നല്ല നല്ല ഉറക്കം വരുന്നത്. അപ്പൊ നമുക്ക് കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഉറങ്ങിയിട്ട് ആദ്യം ഉറങ്ങി. അപ്പൊ അക്കു സൈക്കിൾ നന്നാക്കുന്ന പരിപാടിയിലാണ് ഗൈസ്. ഇത് അക്കുവിൻ്റെ രാവിലത്തെ പ്ലേ ടൈമാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ന് അക്കുവിൻ്റെ ബർത്ത്ഡേ. അക്കുവിന് എന്താ പറയാനുള്ളത്? ബർത്ത്ഡേ ബോയ്, ബർത്ത്ഡേ ബോയ്. ഇതെന്താ നിങ്ങൾ നിൽക്കണേ? ബർത്ത്ഡേ ബോയ്, ബർത്ത്ഡേ ബോയ്, ബർത്ത്ഡേ ബോയ്. ബർത്ത്ഡേ ബോയ്ക്കൊന്നും പറയല്ല. ബർത്ത്ഡേ ബോയ്. മുത്തേ, അക്കു ഇവിടെ സൈക്കിൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദിക്കുട്ടനുണ്ട് ഇവിടെ. സോ ഗൈസ്, അങ്ങനെ ഞാനും നീല അമ്മയൊക്കെ രാത്രിയായിട്ടോ ഇന്നലെ എത്താൻ. പിന്നെ രാത്രി 2 മണിയായി എത്താൻ. പിന്നെ നേരെ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. അക്കു ഞങ്ങൾ വരുന്നത് കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. അക്കു ഹായ് ഗൈസ് എന്നാണ് പറഞ്ഞത്. ഒന്നും കൂടി പറയും. ഹായ് ഗൈസ് എന്ന് പറഞ്ഞു. നല്ല കുട്ടി. ഇനി ജിത്തു ചെറിയച്ഛൻ കേക്ക് വാങ്ങാൻ പോകും. എന്നിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യും. ഇപ്പം നമ്മളുടെ ആക്ക് അമ്പലത്തിൽ പോവാണ്. അപ്പൊ അവർ അമ്പലത്തിൽ പോയി വരട്ടെ. സോ ഗൈസ്, ഞങ്ങൾ കേക്ക് കട്ടിങ് റെഡി ആയി നിൽക്കുകയാണ്. സോ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടില്ല ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നേരത്തെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ബാക്കി എല്ലാവരും അക്കൂരി കൊണ്ട് അമ്പലത്തിൽ പോയിട്ടായിരുന്നു. നമ്മുടെ ബർത്ത്ഡേ ബോയ് അവിടെ കിടന്നുറങ്ങാണ്. അപ്പൊ ബർത്ത്ഡേ ബോയ് നീച്ചിട്ട് വേണം നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ. സോ നമുക്ക് ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയി. സോ നമുക്ക് കേക്ക് പോയി കട്ട് ചെയ്യാം.
നമ്മൾക്ക് ഇത് അവിടെ ഒരാള് വന്നിട്ടുണ്ട്. ഇതാണ് പ്രകാശം. കുട്ടനാട്ടുകാരനാണ്. അപ്പോ എന്താ ഞങ്ങളിപ്പോ ഭക്ഷണം കഴിക്കാൻ പോവാണ്. എന്താ സ്പെഷ്യൽ? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി എന്നല്ല, വെജ് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയാണ് നമ്മൾ കഴിക്കുന്നത്. ഗോബി മഞ്ചൂരി അല്ല, ഗോബി മഞ്ചൂരി ഫ്രൈ, കോളിഫ്ലവർ ഫ്രൈ. അപ്പൊ ഞങ്ങൾക്ക് കഴിക്കണം. അപ്പൊ ഞങ്ങൾ ഇനി കഴിച്ചിട്ട് വരാം. ബൈ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള പുലാവും ഗോബി മഞ്ചൂരിയും ഒക്കെ ആയിരുന്നു. വെജ് ഫുഡായിരുന്നു ഗൈസ്. കാര്യം അക്കുവാവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടായിരുന്നു പിറന്നാൾ വരുന്നത്. അപ്പോൾ ഒന്നാം പിറന്നാൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ വെജ് ആക്കി. കുഞ്ഞമ്മ ബിസ്ക്കറ്റ് കഴിക്കുക. ഗൈസ് അവിടെ കുറേ പ്രാവ് വരാറുണ്ട്. അപ്പം നമ്മളിതാ അരിമണികളൊക്കെ ഇട്ട് കൊടുക്കും. അതാണെങ്കിൽ കൊത്തി തിന്നും ചെയ്യും. ആ ടൈമിലാണ് നമ്മുടെ അക്കുവാവ് എപ്പോഴും രാവിലെ എണീറ്റ് വരിക. വന്നിട്ട് പ്രാവിനെ പേടിപ്പിക്കും ഗൈസ്. അപ്പം പ്രാവ് പേടിച്ച് ഓടിപ്പോവും. പ്രാവിനെ ഓടിപ്പിച്ചു. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ച് വീണ്ടും കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീറ്റ് ഇന്ന് 1:26 നമ്മളുടെ ബസ് കോഴിക്കോട്ടിലേക്കുള്ളത്. അപ്പൊ നമ്മൾ ഒരുമിച്ച് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഭക്ഷണം ഗൈസ് നമ്മുടെ ഭക്ഷണം വന്ന് നമ്മൾ പകുതി കഴിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിയത് മന്തിയാണ്. ഗൈസ് ഞാൻ വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി നമ്മുടെ കോഴിക്കോട് അല്ലെങ്കിലും നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. ഗൈസ് ഞാൻ കഴിക്കുന്നത് നോക്കൂ. നല്ല അടിപൊളി മന്തിയാണ്. ഇത് 4 ആൾക്കാർക്ക് വരുന്ന മന്തിയാണ്. അപ്പൊ എല്ലാവർക്കും കൂടി കഴിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിലെത്തി. നമ്മളുടെ ബസ് ഇപ്പോൾ വരും. അക്കു എൻ്റെ ബ്രേസ്ലെറ്റ് പോലത്തെ ആ സാധനം എന്നാ ചേച്ചിക്ക് തരും. ഞാനിപ്പോ അക്കു ഞങ്ങളും കളിക്കുകയാണ്. ഇനി അക്കുവിനെ ഞങ്ങൾ 1 മാസം കഴിയും കാണാൻ. അപ്പൊ അതിന്റെ എല്ലാം ഞങ്ങൾ ഇപ്പൊ തന്നെ കൊണ്ടുപോകണം ചേച്ചി. അപ്പോൾ നമ്മൾ ബസ് കയറി. ഞങ്ങൾ കുറച്ചേരായി കയറിയിട്ട് ഇപ്പോഴാണ് കുറച്ച് സ്പീഡിൽ മൂവ് ചെയ്യുന്നത് ബസ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെ ബസ്സിലേക്ക് അയച്ചിട്ട് ബസ്സിലേക്ക് കയറ്റിയിട്ട് നമ്മളുടെ അക്കും അമ്മ അച്ഛൻ ചെറിയച്ഛൻ ആദ്യമൊക്കെ പോയി. അവർ പിന്നെ കാണുന്നില്ലേ, അവർ പിന്നെ അവരുടെ വീട്ടിൽ പോയി. നമ്മളിപ്പോൾ ബസ് കയറി. കുറച്ച് നേരത്തേക്ക് അടുത്താണ്. നമ്മൾ 7-8 മണിയാകുമ്പോൾ കോഴിക്കോട് 8 മണിയല്ല, 7 മണി നീലും ഉറങ്ങി. എല്ലാവരും ഉറങ്ങേണ്ട ദിവസം. നമ്മൾ ഇനിയും മാർച്ച് ഏപ്രിൽ വെക്കേഷനൊക്കെ ഇനിയും അവിടെ പോകും. അപ്പോഴും നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങട്ടെ.